ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഗാർഡൻ മേക്ക് ഓവറാണ്. മുൻപ് ഞാൻ 10 മണി ഇതുപോലെ വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചുടുകല്ലടുക്കി കുറച്ച് മണ്ണും അതിലേക്ക് കോരിത്തട്ടി നിരത്തി കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി കുറച്ച് ചാണകപ്പൊടിയും എടുത്ത് അതിലേക്ക് കുറച്ച് കരിയിലപ്പൊടിയും കമ്പോസ്റ്റും എല്ലുപൊടി കുറച്ച് വളം ഇതൊക്കെ കൂടി ചേർത്ത് യോജിപ്പിച്ച് എടുക്കാം. ആ മിശ്രിതം നമുക്ക് കോരിത്തട്ടിയ മണ്ണിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതും ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നനച്ചെടുക്കാം. നനച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വയ്ക്കേണ്ടുന്ന പ്ലാന്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ പ്ലാന്റ് വയ്ക്കാം. ഞാനിവിടെ സ്പൈഡർ പ്ലാന്റാണ് വയ്ക്കുന്നത്. അത് തിങ്ങി നിറഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പ്ലാന്റ് മുഴുവനും വച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് നനച്ച് കൊടുക്കാം. അതിൻ്റെ വെളിയിലായിട്ട് എൻ്റെ കൈവശം കുറച്ച് ഗ്രാസും പെബിൾസും ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെയങ്ങ് നിരത്തിയും കൊടുത്തു. എല്ലാം നിരത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ്. 10 മണി മാത്രം മതി നമ്മുടെ ഗാർഡൻ കളർഫുള്ളാവാൻ. ഇങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഗ്രാസും പെബിൾസുമൊക്കെ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ചിലവ് വന്നില്ല. ചുടുകല്ലിൻ്റെ പൈസ മാത്രമേ ആയിട്ടുള്ളൂ. അത് 120 രൂപയോളമായി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കൊച്ചു പൂന്തോട്ടം നമുക്കും ഉണ്ടാക്കിയെടുക്കാം. ഗാർഡൻ്റെ അവസാന ലുക്ക് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.